എനിക്ക് നല്ലൊരു തേൻ വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് വാങ്ങിയതൊന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. നല്ല മധുരമുള്ള തേൻ വരിക്ക ചക്ക. ഇത് വെച്ച് ഒരു ചക്കപ്പൊരിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. 25 ചക്കച്ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മുക്കി പൊരിക്കാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് എടുക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. ഇത് തിക്കാകാനോ ലൂസാകാനോ പാടില്ല. നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ദോശമാവിൻ്റെ പരുവത്തിലുള്ളൊരു മാവാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. ചക്കച്ചുളയിൽ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം. അതുപോലെയുള്ളൊരു മാവാണ് നമുക്ക് റെഡിയാക്കിയെടുക്കേണ്ടത്. അത് കട്ട കെട്ടാതെ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിനി വേണ്ടത് ഒരു ഫില്ലിംഗ് ആണ്. അതിന് ഞാനിവിടെ 1 കപ്പ് ഈന്തപ്പഴം, 1 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ ശർക്കര, അല്പം അണ്ടിപ്പരിപ്പ്. ഇനി ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഒരു ബൗളിലേക്ക് ഈന്തപ്പഴം, തേങ്ങ, ശർക്കര, അണ്ടിപ്പരിപ്പ്. ഇനി അണ്ടിപ്പരിപ്പിന് കൂടെ ബദാം പരിപ്പോ കപ്പലണ്ടിയോ ഏത് തരം നട്ട്സാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫില്ലിങ്ങും ബാറ്ററും ഇവിടെ റെഡിയായി. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ചക്കച്ചുളയും എടുത്ത് അത് ഫില്ലിങ് നിറച്ചെടുക്കണം. എല്ലാ ചക്കച്ചുളയും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചക്കച്ചുളയെല്ലാം ഫില്ല് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്ത ചക്കച്ചുള ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചക്കച്ചുളയും പൊരിച്ചെടുക്കാം. ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് മാറ്റുകയാണ്. കണ്ടല്ലോ, ഇത് എത്ര പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഇത് നല്ല കിടുവാണ് കേട്ടോ. ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതിൻ്റെ കൂടെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.